ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന 2024 കേരള PSC ആനുവൽ കലണ്ടർ ഇന്ന് PSC പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തത് സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിലെ റിസർച്ച് അസിസ്റ്റന്റ് എക്സാം എന്നാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അല്ലെ. PSCയുടെ കലണ്ടർ പ്രകാരം റിസർച്ച് അസിസ്റ്റന്റ് എക്സാം പറഞ്ഞിരിക്കുന്നത് 2024 ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലായിട്ടാണ്. അപ്പൊ ഈ മാസങ്ങളിൽ ഏത് ദിവസം വേണമെങ്കിലും നമ്മുടെ എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം. എക്സാമിന്റെ എക്സാക്ട് ഡേറ്റും അതുപോലെ പുതിയ സിലബസും നമുക്ക് പിന്നീടായിരിക്കും അറിയുവാൻ സാധിക്കുക. അപ്പൊ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ആകുവാൻ നമ്മുടെ മുൻപിൽ ഇനി ഒരു 5 മാസം കൂടി ലഭിച്ചിരിക്കുകയാണ്. ഈ ഒരു 5 മാസം നിങ്ങൾ മാക്സിമം പരിശ്രമിക്കുകയാണെങ്കിൽ ഈ വരും വർഷങ്ങളിൽ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിലെ റിസർച്ച് അസിസ്റ്റന്റ് ആയി നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാവുന്നതാണ്. അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിക്കുക. ഇതുപോലെയുള്ള അവസരങ്ങൾ നമ്മൾക്ക് എപ്പോഴും കിട്ടുകയില്ല എന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. നിലവിൽ 10 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ വരും വർഷങ്ങളിൽ വേക്കൻസികൾ നന്നായിട്ട് തന്നെ ഉയരാനുള്ള സാധ്യത കാണുന്നുണ്ട്. 30 മുതൽ 40 വരെ വേക്കൻസിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിലെ ടോപ്പ് പൊസിഷൻ വരെ എത്താൻ സാധിക്കുന്ന ഈ ഒരു തസ്തിക ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കി ഇപ്പോൾ തന്നെ ഇതിനു വേണ്ടിയുള്ള പരിശ്രമം ആരംഭിക്കുക. ഈ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ നയിക്കാൻ ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റിൽ റിസർച്ച് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയുള്ള ഓൺലൈൻ കോച്ചിങ്ങിന്റെ 4ാമത്തെ ബാച്ച് ഈ വരുന്ന ജാനുവരി 5 ആരംഭിക്കുകയാണ്. ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റിന്റെ ആപ്പിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസുകൾ ലഭ്യമാവുക. എല്ലാ ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളായിരിക്കും. റെക്കോർഡഡ് ക്ലാസ്സസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ക്ലാസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ വരികയാണെങ്കിൽ അത് ഏത് സമയത്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പിലൂടെയോ ടെലഗ്രാമിലൂടെയോ ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. റെക്കോർഡ് ക്ലാസിന്റെ ഒപ്പം തന്നെ PDF നോട്ട്സും ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഇതോടൊപ്പം നമ്മുടെ സിലബസിലുള്ള ഓരോ ടോപ്പിക്കും ബേസ് ചെയ്തുകൊണ്ട് മോക്ക് ടെസ്റ്റുകളും ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എത്ര തവണ വേണമെങ്കിലും ഓരോ മോക്ക് ടെസ്റ്റും അറ്റംപ്റ്റ് ചെയ്യാം. അതുപോലെ എക്സാംസിനോട് അടുത്തുള്ള ദിവസങ്ങളിലായിട്ട് മോഡൽ എക്സാംസും ഉണ്ടായിരിക്കുന്നതാണ്. ഈ ഒരു കോഴ്സിന്റെ ടോട്ടൽ ഫീസ് എന്ന് പറയുന്നത് 3799 rupees ആണ്. കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിനായിട്ട് ലേൺ ഫാസ്റ്റിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. കൂടുതലായിട്ട് കോഴ്സിനെ കുറിച്ച് അറിയുന്നതിനായിട്ട് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക 6282883299. റിസർച്ച് അസിസ്റ്റന്റ് പോലെ സിമിലർ ആയിട്ടുള്ള സിലബസും സിമിലർ ആയിട്ടുള്ള ക്വാളിഫിക്കേഷനും ഉള്ള ആകെ 2 എക്സാമേ ഉള്ളൂ. അത് റിസർച്ച് ഓഫീസറും സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഈ 2 എക്സാമും 2020 വിളിച്ചിരുന്നു. ഈ 2 എക്സാംസിനും ലേൺ ഫാസ്റ്റിലെ സ്റ്റുഡൻസിന് ലഭിച്ചിട്ടുള്ള റിസൾട്ട് കൂടി ഇവിടെ പബ്ലിഷ് ചെയ്യുകയാണ്. ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റിൽ നിന്നും 55 റാങ്ക് ഹോൾഡേഴ്സ് ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്ന തസ്തികയിൽ റാങ്കുകൾ കരസ്ഥമാക്കിയിട്ടുള്ളത്. കേരളത്തിൽ നിന്ന് തന്നെ ഏറ്റവും മികച്ച റിസൾട്ടാണ് ലേൺ ഫാസ്റ്റിന് കിട്ടിയിരിക്കുന്നത്. ഒരുപാട് നാളത്തെ ഞങ്ങളുടെ സ്റ്റുഡൻസിന്റെ കഷ്ടപ്പാടിന്റെ ഫലം തന്നെയാണത്. എന്നിരുന്നാലും ഇതിനേക്കാൾ വലിയ ഒരു റിസൾട്ടാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. അതുകൊണ്ട് ഇനി നടക്കാൻ പോകുന്ന സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിലെ റിസർച്ച് അസിസ്റ്റന്റ് എന്ന തസ്തികയിൽ ഇതിലും മികച്ച ഒരു വിജയം നേടിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നമായിരിക്കും ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. അതുപോലെ നിങ്ങളുടെ ഭാഗത്തു നിന്നും ആ ഒരു പ്രയത്നം ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഈ ജോലി നിങ്ങൾക്ക് നേടുവാനായിട്ട് സാധിക്കും. അതുപോലെ റിസർച്ച് ഓഫീസറിന്റെ റിസൾട്ട് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റിസർച്ച് അസിസ്റ്റന്റ് പോലെ PG ക്വാളിഫിക്കേഷൻ വരുന്ന സിമിലർ ആയിട്ടുള്ള സിലബസ് എല്ലാം തന്നെ വരുന്ന ഒരു പോസ്റ്റ് ആണ് റിസർച്ച് ഓഫീസർ. ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റിൽ നിന്നും 10 റാങ്ക് ഹോൾഡേഴ്സ് 10 പേരോളമാണ് റിസർച്ച് ഓഫീസർ എന്ന ആ ഒരു തസ്തികയിൽ റാങ്കുകൾ കരസ്ഥമാക്കിയിട്ടുള്ളത്. വിവിധ PG എൻട്രൻസ് പരീക്ഷകളിൽ ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റഡ് സ്റ്റുഡൻസ് കരസ്ഥമാക്കിയിട്ടുള്ള റാങ്കുകളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. നിംഹാൻസിൽ MSc ബയോസ്റ്റാറ്റിസ്റ്റിക്സ് എൻട്രൻസ് പരീക്ഷയിൽ ഓൾ ഇന്ത്യ ലെവലിൽ 1st റാങ്കും 3rd റാങ്കും 5th റാങ്കും 6th റാങ്കും ലേൺ ഫാസ്റ്റിലെ സ്റ്റുഡൻസിന് തന്നെയായിരുന്നു. അതുപോലെ PG എൻട്രൻസ് എക്സാമിൽ മികച്ച വിജയം കരസ്ഥമാക്കിയിട്ടുള്ള അഭിരാം DB നമ്മുടെ മറ്റൊരു സ്റ്റുഡന്റ് ആണ്. MSc ബയോസ്റ്റാറ്റിസ്റ്റിക്സ് നിംഹാൻസിൽ 1st റാങ്ക് ഉണ്ടായിരുന്നു. അതുപോലെ കുഫോസിൽ MSc സ്റ്റാറ്റിസ്റ്റിക്സിൽ 3rd റാങ്ക്, അതുപോലെ കുസാറ്റിൽ MSc സ്റ്റാറ്റിസ്റ്റിക്സ് 9th റാങ്ക്, അതുപോലെ കേരള യൂണിവേഴ്സിറ്റിയിൽ MSc സ്റ്റാറ്റിസ്റ്റിക്സിൽ 14th റാങ്കും അഭിരാമ കരസ്ഥമാക്കിയിട്ടുണ്ട്. അഭിരാമിന്റെ ടെസ്റ്റിമോണിയലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ MSc സ്റ്റാറ്റിസ്റ്റിക്സ് PG എൻട്രൻസ് എക്സാമുകളിൽ മികച്ച വിജയം നേടിയിട്ടുള്ള അർണോൾഡിന്റെ റാങ്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്.
എറണാകുളത്തിന്റെ ടെസ്റ്റിമോണിയലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ MSc സ്റ്റാറ്റിസ്റ്റിക്സിന് ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു. അതുപോലെ MG യൂണിവേഴ്സിറ്റിയിൽ സെക്കൻഡ് റാങ്ക്, കേരള യൂണിവേഴ്സിറ്റിയിൽ സെക്കൻഡ് റാങ്ക്, അതുപോലെ നിംഹാൻസിൽ MSc ബയോ സ്റ്റാറ്റിസ്റ്റിക്സ് PG എൻട്രൻസ് എക്സാമിൽ തേർഡ് റാങ്കും എറണാകുളത്തിന് ഉണ്ടായിരുന്നു. വിവിധ പരീക്ഷകളിൽ ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റിൽ നിന്നും മികച്ച വിജയം കരസ്ഥമാക്കിയിട്ടുള്ള സ്റ്റുഡൻസിന്റെ ചില ഫീഡ്ബാക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നീതു കെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 രണ്ടാമത്തെ റാങ്ക് ആയിരുന്നു. നീതുവിന്റെ ടെസ്റ്റിമോണിയൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ശ്രീഷ PK സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഫിഫ്ത്ത് റാങ്ക് ആയിരുന്നു. അതുപോലെ ഹരിത M സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 14ാമത്തെ റാങ്കും റിസർച്ച് ഓഫീസറിൽ 22ാമത്തെ റാങ്കും കരസ്ഥമാക്കിയിട്ടുണ്ട്. രണ്ടുപേരുടെയും ടെസ്റ്റിമോണിയലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ MSc ബയോ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഓൾ ഇന്ത്യ ലെവൽ 5th റാങ്കും 6th റാങ്കും കരസ്ഥമാക്കിയിട്ടുള്ള അർജുന്റെയും ആലിയയുടെയും രണ്ടുപേരുടെയും ടെസ്റ്റിമോണിയൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റിസർച്ച് അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ കോച്ചിങ്ങിന്റെ 4ാമത്തെ ബാച്ചിന്റെ ക്ലാസ്സസ് ഈ വരുന്ന ജാനുവരി 5-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവരും ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക, നന്നായിട്ട് പ്രിപ്പയർ ആവുക. ഓൾ ദി ബെസ്റ്റ്.